ആറ്റിപ്പുഴ ക്ഷേത്ര ഉത്സവമായിരുന്നേ. അപ്പം ഞങ്ങൾ ക്ഷേത്രത്തിൽ ഉത്സവം കൂടാൻ വേണ്ടി പോയി. ആദ്യമായിട്ട് അവിടെ ഉത്സവം കൂടാൻ വേണ്ടി പോയതാണ്. നല്ല വിളിച്ചാൽ വിളിപ്പുറത്താണെന്നാണ് പറയുന്നത് ആറ്റിപ്പുഴ ദേവി. അപ്പോൾ നല്ല ഇതാണ്, നല്ല അടിപൊളി പരിപാടികളും. ഇന്നലെയെല്ലാം ആണെങ്കിൽ നല്ല കലാഭവൻ മണീൻ്റെ പാട്ടെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ പോകാൻ ഒത്തില്ല. എന്നാലും പറ്റുന്ന സമയത്ത് ഇന്ന് 12 മണിക്ക് ഭഗവതി ഇറങ്ങുന്നതുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് പോകണം. അപ്പോൾ എന്താ രസം! അയ്യോ, അത് അവിടെ കാണാനൊരു പ്രത്യേക പണ്ടത്തെ കാലത്തിലോട്ട് പോകുന്ന ഒരു അനുഭൂതി. ഇങ്ങനെ നമ്മളെല്ലാം പണ്ട് ഒരുപാട് നേരം സ്റ്റേജിൻ്റെ അടുക്ക ഉറക്കളിച്ച് പരിപാടിയെല്ലാം കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന അതേപോലത്തെ ഒരു അനുഭൂതിയായിരുന്നു എനിക്ക് അവിടെ പോയപ്പോൾ. എന്തോ ആൾക്കാരെന്നറിയാം. ഇപ്പോൾ എന്നാലും ആദ്യമൊന്നും ഉത്സവത്തിനൊന്നും ആൾക്കാർ കുറവായിരുന്നു. ഇപ്പോൾ ആൾക്കാരെല്ലാം ഒത്തിരി ഉണ്ട്. നല്ല പരിപാടിയായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന റോയൽ വില്ലയിൽ ഉള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഒത്തിരി നേരം വർത്തമാനമെല്ലാം പറഞ്ഞു. ചെണ്ടമേളം അടിപൊളിയായിരുന്നു. ചെണ്ടമേളം കാണാൻ അതെല്ലാം ആസ്വദിച്ച് കുറേ സമയം അവിടെയെല്ലാം ഇരുന്ന് നല്ല ഇതായിരുന്നു. എന്നാ പറഞ്ഞാലും അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അവിടുത്തെ ഭഗവതി ക്ഷേത്രം. ഇത് തടിക്കടവ് പാലത്തിനടുത്തായിട്ടാണ്. ആ തടിക്കടവ് പാലം ഈയിടെ ഉദ്ഘാടനം കഴിഞ്ഞ് നല്ല അടിപൊളിയാക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവർ ഐസ്ക്രീമെല്ലാം മേടിച്ച് തന്നു. അതിലിടയ്ക്ക് പാട്ടുണ്ടായിരുന്നു. പാട്ടും എല്ലാം കുറേ സമയം കേട്ടിരുന്നു. എന്നിട്ട് ഇനിയിപ്പോൾ ഇന്ന് 12 മണിയാകുമ്പം പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചാൽ പോകണം അങ്ങനെ വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള പരിപാടികൾക്കെല്ലാം പോകുമ്പോൾ മനസ്സിനൊരു പ്രത്യേക ഒരു ആനന്ദമാണ്. നല്ല പാട്ടുകളെല്ലാം കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരാനന്ദം. നമ്മൾ പണ്ടത്തേത് എന്ത് പറഞ്ഞാലും ഇങ്ങനെയുള്ള പരിപാടികൾക്കെല്ലാം പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് തന്നെ. അതെത്ര പറഞ്ഞാലും ഇതാവില്ല. ഇങ്ങനെ ഓരോ വളകളും മാലകളും ഇങ്ങനെ ബലൂണുകളും അങ്ങനെയെല്ലാം ഇട്ടിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമല്ലേ അങ്ങനെയെല്ലാം കാണാൻ വേണ്ടി. എന്നായാലും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുമായിട്ടെല്ലാം വർത്തമാനം പറഞ്ഞ് ഇരുന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഐസ്ക്രീമെല്ലാം മേടിച്ച് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പോൾ അങ്ങനെ ഐസ്ക്രീമെല്ലാം കഴിക്കുന്ന ഭാഗം അത് അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ ബൈ.